എല്ലാവർക്കും നമസ്കാരം. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നെങ്കിലും അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാലും ഇപ്പോൾ അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാം. ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്സസ് വേൾഡ് വൈഡ് കൺട്രോൾ ചെയ്യുന്ന വലിയൊരു സംഘത്തിന്റെ തലവൻ, ഒരു ഞൊടിയിട കൊണ്ട് വേണമെങ്കിൽ ലോകക്രമങ്ങൾ വരെ മാറ്റാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയായിരുന്നു എബ്രാഹിം ഖുറേഷി എന്ന് പറഞ്ഞ ആളെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ആ കഥാപാത്രത്തിന്റെ ആ ഒരു നിഗൂഢതയും ആ ഒരു ഓറയൊക്കെ ഈ രണ്ടാം ഭാഗത്തിലേക്ക് വന്നപ്പോൾ എഴുത്തിലെ പോരായ്മകളുണ്ട്. അത് ഭയങ്കര ശോഷിച്ച രീതിയിലായിപ്പോയി. അതായത് എബ്രാഹിം ഖുറേഷി ഒരു വെറും ഗുണ്ടാത്തലവൻ എന്നുള്ള ലെവലിലേക്കൊക്കെ ഒന്ന് മാറിപ്പോയി. അത് എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് അനുഭവമായിട്ട് തിയേറ്ററിലേക്ക് തോന്നിയുള്ളൂ. വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ഒക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ഒന്നും ആയിരുന്നില്ല എമ്പുരാൻ. പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ വന്നത് അതിനെപ്പറ്റിയല്ല. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ചുറ്റിപ്പറ്റി കുറച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. അപ്പൊ അത് പറയാം. അടിസ്ഥാനപരമായിട്ട് സിനിമ ഒരു കലാരൂപമാണ്. അപ്പോൾ ഒരു സംവിധായകന് അയാൾക്ക് ആഗ്രഹിക്കുന്ന കഥ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രേക്ഷകന് ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, അതിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്. ഈ രണ്ടവകാശവും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളുമാണ്. എന്നാൽ സമീപകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടവകാശങ്ങൾക്ക് മുകളിലും പല കടന്നുകയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. എന്നാൽ ചില സമയത്ത് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ തന്നെയാണ് ഈ അവകാശങ്ങൾക്ക് തടസ്സങ്ങളായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രസിങ് തന്നെയാണോ അതോ പിന്നോട്ട് തന്നെയാണോ എന്നൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എമ്പുരാനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലറാണ്, ഖുറേഷി എബ്രാം എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിന്റെ വലങ്കയായി നിൽക്കുന്ന കഥാപാത്രമാണ് സയ്യദ് മസൂദ്. ഈ സയ്യദ് മസൂദിന് സ്വന്തം കുടുംബം നഷ്ടപ്പെടുന്നത് ഗുജറാത്ത് കലാപത്തിലാണ്. അങ്ങനെ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഗുജറാത്ത് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ സൂചനകളെല്ലാം കൃത്യമായി അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിവാദങ്ങളായി കഴിഞ്ഞപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കലാപം കാണിച്ച രീതി ശരിയല്ല, കലാപത്തിന്റെ എല്ലാ വശങ്ങളും കാണിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഒരു സിനിമ കണ്ട പ്രേക്ഷകന് അങ്ങനെയെല്ലാം പറയാനും അതെല്ലാം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, ഈ സിനിമ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. ഇത് ഇന്ത്യയുടെ ചരിത്രം പറയുന്ന സിനിമകളൊന്നും അല്ല. പക്ഷേ ഈ സിനിമയ്ക്ക് പിന്നീട് വന്ന ദുര്യോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഇങ്ങനെ കുറച്ച് പേർക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞതിന് ശേഷം ഈ സിനിമയുടെ 2 മിനിറ്റിന് മുകളിലുള്ള ഭാഗങ്ങൾ പല ഇടങ്ങളിലായിട്ട് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഒരു സിനിമയ്ക്കും വരാൻ പാടില്ല. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി അല്ലെങ്കിൽ കൃത്യമായ ചരിത്രം സംസാരിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കശ്മീർ ഫയൽസ് ഉണ്ട്, കേരള സ്റ്റോറി ഉണ്ട്, സബർമതി റിപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ അനിമൽ അല്ലെങ്കിൽ അർജുൻ റെഡ്ഡി തുടങ്ങിയ ടോക്സിക് മസ്കുലിനിറ്റിയെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇവർ പറയുന്ന ചരിത്രം ശരിയല്ലെന്നും അതിൽ പ്രൊപ്പഗണ്ട ഉണ്ടെന്നും അത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഇതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഈ രണ്ടു കൂട്ടരും പരസ്പരം സംവാദങ്ങളിൽ ഏർപ്പെട്ട്, ആരോഗ്യകരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ട് പല നിഗമനങ്ങളിലും പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമകൾ ഉണ്ടായതിനു ശേഷം ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് പല ആൾക്കാരും സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ എമ്പുരാനിൽ വരെ ഗുജറാത്ത് കലാപത്തിൽ പിന്നീട് എന്തുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവാൻ കാരണങ്ങൾ എന്താണെന്ന് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിവില്ലാണ്ടിരുന്ന ആൾക്കാർ വരെ ഇപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ സിനിമകൾ സംവിധായകർ ആഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെടണം, അതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടാവണം. അങ്ങനെ തന്നെയാണ് നമ്മൾ പുരോഗമനത്തിലേക്ക് മുമ്പോട്ട് പോവുക, അതിൽ സംശയമില്ല. പക്ഷേ ഒരു വ്യത്യാസം എമ്പുരാനുമായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകൾക്കൊന്നും ഒരു ഭാഗത്തും കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ടില്ല, അവർക്ക് എവിടെയും ഒന്നും മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവർ കൃത്യമായ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളായിരുന്നു. എമ്പുരാൻ എന്നത് അടിസ്ഥാനമായ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ട് പോലും എമ്പുരാന് അങ്ങനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു തരത്തിലും ഒരു സിനിമയും സെൻസർ ചെയ്ത് കളയാൻ നമ്മുടെ നാട്ടിൽ ഒരാൾക്കും ഒരു അവസരവും കൊടുക്കരുത് എന്നൊരു അഭിപ്രായപ്പെടുന്ന ആളാണ് ഞാൻ. അത് സെൻസർ ബോർഡിന് പോലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡിന് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാം, അതിൽ ട്രിഗർ വാർണിംഗ്സ് കൊടുക്കാം. അതല്ലാതെ ഇന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് 4 പേര് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്യുന്ന പരിപാടി സെൻസർ ബോർഡും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എമ്പുരാന് സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം ഒരു സിനിമ ഇറക്കുമ്പോൾ ഒരു സംവിധായകന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനും അങ്ങനെ ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യാനും പറ്റണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു കലാപത്തിൽ മരിച്ച ആൾക്കാർ അവർ എങ്ങനെയുള്ളവരോ
എത്ര പേരും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ മരിച്ചു എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു വിഷയമാണെന്നും അത് സംഭവിക്കാൻ പാടില്ല എന്നും നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്. അവരെല്ലാവരും നമ്മുടെ ബ്രദേഴ്സ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ സഹോദരങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആൾക്ക് ആരും ഇങ്ങനൊരു കലാപത്തിൽ മരിച്ചു വീഴരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ല, ഒരു കലാപത്തിൽ മരിച്ച ആൾക്കാരുടെ എണ്ണം മതത്തിൻ്റെ തുലാസിൽ തൂക്കി നോക്കി അതിൻ്റെ പേരിൽ വാഗ്വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞാൻ മനുഷ്യനായിട്ട് പോലും കാണുന്നില്ല. അങ്ങനെ കാണാൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളിൽ ഒരാളല്ല ഞാൻ. അതും കൂടി ഇവിടെ പറയണം തോന്നി. അപ്പം ശരി, അടുത്ത സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.